നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പണിമുടക്കിനിടെ അക്രമം. തിരുവനന്തപുരം SBI ട്രഷറി ബ്രാഞ്ചിനെതിരെ സമരാനുകൂലികളുടെ ആക്രമണം. മാനേജറുടെ ക്യാബിനും കമ്പ്യൂട്ടറും അടിച്ചു തകർത്തു. ഉദ്ദേശം 10:15 ഒരു 10-15 പേരടങ്ങുന്ന സംഘം ബ്രാഞ്ചിലേക്ക് തള്ളിക്കയറി. ഇന്ന് പണിമുടക്കാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും തെറി പറയുകയും നമ്മുടെ ജീവനക്കാരെ എല്ലാവരെയും അടക്കം തെറി പറയുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് തള്ളിക്കയറുകയും എൻ്റെ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാം, എൻ്റെ സിസ്റ്റം, ഫോണ്, കമ്പ്യൂട്ടർ, ഇത് മേശപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ചില്ല് ഇതെല്ലാം തല്ലി പൊട്ടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ വരെ തല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് എത്തി. അടയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഉടനെ തന്നെ ഇത് അടയ്ക്കാമെന്നും പറഞ്ഞു എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഇത് ബാക്കി അത്രയും ഈ കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള തുടക്കമായത്. ആൾക്കാരെങ്കിലും തിരിച്ചറിയാമോ? ആരൊക്കെയാണ് ആൾക്കാരെല്ലാം CCTVയിൽ ആളുകളുടെ ഇത് പതിഞ്ഞിട്ടുണ്ട്. അത് പോലീസ് നമ്മുടെ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ട നടപടികൾ അത് എടുത്തോളും. ബാങ്ക് ആക്രമിച്ച കേസിൽ പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിച്ചതായി തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ ചിത്ര തെരേസ ജോൺ പറഞ്ഞു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. നമ്മൾ പറഞ്ഞ സ്ഥലത്തൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും നമ്മുടെ തുറക്കണമെന്ന സംരക്ഷണം വേണമെന്ന പോലീസിനും മുൻകൂട്ടി ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. SBI ആവശ്യപ്പെട്ടത് എന്റെ അറിവില്ല. ഇപ്പം വേറെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യപ്പെടുന്നുള്ളത് എനിക്കറിയില്ല. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, സംയുക്ത സമരസമിതി നേതാക്കൾ നൽകിയ എല്ലാ ഉറപ്പും പാഴ്വാക്കായിരിക്കുകയാണ്. നിർബന്ധിച്ച് സ്ഥാപനങ്ങൾ അടക്കില്ല എന്ന് പറഞ്ഞവർ അക്രമത്തിലേക്ക് പോലും പോകുന്ന സാഹചര്യമുണ്ടായി. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ഏകദേശം 10:15 കൂടി, അതായത് ബാങ്ക് തുറന്ന് 15 മിനിറ്റുകൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. 10:15 കൂടി ഏകദേശം 10ഓളം വരുന്ന സമരാനുകൂലികൾ ഈ ബ്രാഞ്ചിന് മുന്നിലേക്ക് എത്തുകയും ബ്രാഞ്ചിന്റെ വാതിലുകൾ തള്ളി തുറന്ന് അകത്തേക്ക് കടക്കുകയുമായിരുന്നു. അകത്ത് കടന്ന ശേഷം നേരെ ബ്രാഞ്ച് മാനേജറുടെ റൂമിലേക്കാണ് പോയത്. ബ്രാഞ്ച് മാനേജറുടെ റൂമിലേക്ക് ചെന്ന ശേഷം പണിമുടക്കല്ലേ, നിങ്ങൾക്ക് ഇത് തുറക്കാതിരിക്കാൻ പാടില്ലേ, ഇത് തുറന്നു എന്തിനെ എന്ന് ആക്രോശിച്ചുകൊണ്ട് അതിക്രമം ആരംഭിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രാഞ്ച് അടച്ചുകൊള്ളാമെന്ന് ബ്രാഞ്ച് മാനേജർ തന്നെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെയായിരുന്നു അതിക്രമം. ബ്രാഞ്ച് മാനേജറുടെ ടേബിൾ അടിച്ചു തകർക്കുകയും ബ്രാഞ്ച് മാനേജറുടെ ക്യാബിനിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുകയും ഫോൺ അടിച്ചു തകർക്കുകയും ചെയ്തു. കൂടാതെ ജീവനക്കാരെ ശകാരിക്കുകയും ബ്രാഞ്ച് മാനേജർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തു. അതിനുശേഷം, അതായത് 10:15 കൂടി വന്ന് മിനിറ്റുകൾക്ക് തന്നെ ഈ 10 പേരും തിരിച്ചിറങ്ങി പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ CCTV ദൃശ്യങ്ങൾ അടക്കം വെച്ചാണ് ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. പോലീസിൽ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ACP ചൈത്ര തെരേസ ജോൺ തന്നെ നേരിട്ടെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കേസുമായി മുന്നോട്ട് പോവുകയും. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. SBI ട്രഷറി ബ്രാഞ്ചിനെതിരെ സമരാനുകൂലികൾ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ്. പണിമുടക്കിലും സമരങ്ങളിലും കാലോചിതമായ മാറ്റം വേണമെന്നും മിന്നൽ പണിമുടക്ക് ഒഴിവാക്കുകയാണ് വേണ്ടതെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രഖ്യാപിച്ചിട്ടുള്ള സംയുക്ത സമരസമിതിയെ കുറിച്ച് അന്വേഷിക്കും. അത്തരം സംഭവങ്ങളൊന്നും ആരും ചെയ്യാൻ പാടില്ല. അതൊന്നും ഈ സമരത്തിന്റെ ഭാഗമല്ല. ഒരു കാരണവശാലും ഒന്നിലും ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംയുക്ത സമരസമിതി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ചെയ്തവരാരാണെന്ന് കണ്ടെത്തും. അവർക്കെതിരായിട്ട് നിയമാനുസൃതമായ നടപടി സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യും. ആലപ്പാടിനെ സംരക്ഷിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ IRELന്റെ കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട്ടുകാരുടെ സമരം ശക്തമാകുന്നു. ഖനനം മൂലം ആലപ്പാട് ഭൂപ്രദേശം കടലെടുക്കുകയാണ്. സമരത്തിന് നവമാധ്യമങ്ങളിലൂടെ പ്രചാരണം ലഭിച്ചതോടെ വിവിധ കോണുകളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ സമരത്തോട് ഐക്യപ്പെട്ടു. ഖനനം മൂലം 89 ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുണ്ടായിരുന്ന ആലപ്പാട് വില്ലേജിന്റെ വിസ്തൃതി 8 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു.
മത്സ്യബന്ധനത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതത്തെയും ഖനനം സാരമായി ബാധിച്ചു. ശുദ്ധജല ലഭ്യത ആലപ്പാടിന് അന്യമായി. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ നവംബർ 1 മുതൽ പ്രദേശവാസികൾ സമരം പുനരാരംഭിച്ചത്. ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരായ സമരത്തെ സജീവമാക്കിയത് നവമാധ്യമങ്ങളാണ്. സമരത്തിന്റെ സാഹചര്യം സംബന്ധിച്ച് ഒരു പെൺകുട്ടി തയ്യാറാക്കിയ വീഡിയോ വൈറലായി. പിന്നീട് സേവ് ആലപ്പാട് എന്ന ഹാഷ്ടാഗിൽ കേരളം സമരത്തെ ഏറ്റെടുത്തു. ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശം കടലിന്റെയും കായലിന്റെയും നടുക്ക് കിടക്കുന്ന ഒരു കുഞ്ഞു പ്രദേശമാണ്. ഇവിടെ ധാരാളമായി കാണുന്നത് കരിമണലാണ്. ഇത് IR എന്ന് പറയുന്ന വൻ കമ്പനി ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവർ കൂച്ചിൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ മണ്ണ് വാരിയെടുക്കും തോറും കടൽ കയറി വരികയും ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശം ഇല്ലാതാകുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ മാറി താമസിക്കേണ്ടി വരും. ഇവിടെ താമസിക്കുന്ന കൂടുതലായും മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതാകും. ഇന്ന് ഞങ്ങളുടെ നാട്, നാളെ കേരളം മുഴുവനും ഇല്ലാതാകും. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊരു പരിഹാരം അധികാരികൾ കാണുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരം ഇപ്പോഴും വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയത്തിൽ രക്ഷിക്കാൻ ഒരു കൈത്താങ്ങായി ഉണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളികളായിരുന്നു. ഞങ്ങളെ നിങ്ങൾ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ജനിച്ച മണ്ണിൽ തന്നെ മരിക്കണം, അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോരാടുന്നത്. വെറും മണ്ണിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നാട് നശിക്കാൻ പോകുന്നത്. ആലപ്പാട് നിന്നും ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ആലപ്പാടിനെ സംരക്ഷിക്കാൻ നാട്ടുകാർ ആരംഭിച്ച സമരം കേരളം മുഴുവൻ ചർച്ചയാകുന്നു. കേരളം മുഴുവൻ അതിനൊപ്പം നിൽക്കുന്നതിലേക്ക് ആ സമരം വളർന്നിരിക്കുകയാണ്. ഇനിയും സമരം ശക്തമാക്കാനാണ് അവർ തയ്യാറെടുക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ നീക്കം? കഴിഞ്ഞ 70 ദിവസമായി തുടരുന്ന സമരമാണ് ഇപ്പോൾ നവമാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും സമരം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുന്നത്. സമരപന്തൽ ആലപ്പാട് പഞ്ചായത്തിലാണ്. ആലപ്പാടാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എല്ലാവരും കരിമണൽ ഖനനത്തിനെതിരെ അനിശ്ചിതകാല നിരാഹാര സമരമാണ് ഇവിടെ പുരോഗമിക്കുന്നതും. സമരപന്തലിൽ നിരവധി പേരുണ്ട്. ഇന്ന് 2 പേരാണ്, ചെല്ലക്കുട്ടനും അലൻ ടോമിയുമാണ് ഇന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. റിലേ നിരാഹാരത്തിന്റെ ഭാഗമായി നിരാഹാരം അനുഷ്ഠിക്കുന്നത്. സമരപന്തലിലും പുറത്തുമെല്ലാം സമരത്തോട് ഐക്യദാർഢ്യപ്പെട്ട് നിരവധി പേർ എത്തുന്നുണ്ട്. അവർ പ്രത്യേകിച്ചും സമരസമിതിയുടെ കരിമണൽ ഖനന വിരുദ്ധ സമരസമിതിയുടെ നേതാക്കൾ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അതിൽ പ്രധാനി ഈ സമരത്തിന്റെ തുടക്കം മുതൽ നമുക്കിപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ KC ശ്രീകുമാറാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഏത് സാഹചര്യത്തിലാണ് സമരം ആരംഭിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ എങ്ങനെയാണ് നവമാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകുന്നത്? എന്താണ്, അതായത് കരിമണൽ ഖനനം നിർത്തിവെക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ആവശ്യവും? കരിമണൽ ഖനനം നിർത്തിവെച്ചാൽ മാത്രമേ ഈ നാടിന് ഇനി രക്ഷയുള്ളൂ രീതിയിൽ എത്തിക്കഴിയും. കാരണം ഇനി ഈ പ്രദേശം പോയി കഴിഞ്ഞാൽ നമ്മുടെ കായലിന് കിഴക്കുള്ള ഉണാട്ടുകര, കുട്ടനാട് പ്രദേശങ്ങൾ, സമുദ്ര ജലനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കടൽ വെള്ളത്തിനടിയിലാകും ഈ മനുഷ്യരോടൊപ്പം തന്നെ. അതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. പക്ഷേ പലരും വിചാരിക്കുന്നത് ആലപ്പാടിൻ്റെ മാത്രം സമരമാണെന്നാണ് പലരും കരുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റ് പലതരത്തിലും ഞങ്ങൾക്കെതിരെയും സമരത്തിനെതിരെയും പ്രചരണങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം ഏതോ പ്രൊഫഷണലിലൊക്കെ ചേർന്ന് സംഘടിപ്പിച്ച വെറും സാങ്കല്പികമായ കഥകൾ മാത്രമാണെന്നാണ് പറയുന്നത്. പക്ഷേ സത്യമായി നിലനിൽക്കുകയാണ്. കായലിനും കടലിനും ഇടയിൽ 20 മീറ്റർ മുതൽ 200 മീറ്റർ വരെ വീതിയുള്ള പ്രദേശമാണ്. 89.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഭൂപ്രദേശം 7.6 ചതുരശ്ര കിലോമീറ്ററായിട്ട് ഇപ്പോൾ ചുരുങ്ങി. ഇനി 7.6 ചതുരശ്ര കിലോമീറ്റർ ഭൂമി എടുത്ത് വേണം ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കാനെന്നാണ് ഭരണകൂടം പറയുന്നത്. അതിനിടയിൽ പിന്നെ ഇത് കൂടാതെ അവരൊക്കെ പോയി ദുബൈയിലും മറ്റു സ്ഥലത്തും പോയി കരിമണൽ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യ മുതലാളിമാരായിട്ട് നടത്തിയ ചർച്ചകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും നടപ്പിലാകണം. ഇതുകൂടാതെ നിലവിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പൊതുമേഖലയാണെങ്കിലും അത് ഖനനം ചെയ്തെങ്കിൽ എത്തിക്കുന്നത് സ്വകാര്യ മേഖലയിലാണ്. സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ് IR ഖനനം നടത്തുന്നത്. അല്ലാതെ പൊതുമേഖല ഇതിൻ്റെ ലാഭം അടയാളപ്പെടുത്തിയായിട്ട് അറിയത്തില്ല. അഥവാ ലാഭം ഉണ്ടെങ്കിൽ, കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടെന്നാണ് പറയുന്നത്. ആ ലാഭം ഉണ്ടെങ്കിൽ ഈ നാടിന് ദാരിദ്ര്യവും ഭൂരാഹിത്യവും സൃഷ്ടിച്ചതല്ലാതെ, ഈ നാടിൻ്റെ മത്സ്യ സമൃദ്ധമായ ഈ പ്രദേശത്തെ ഇല്ലാതാക്കിയതല്ലാതെ പുതിയതായി ഇവിടെ ഒന്നും സൃഷ്ടിച്ചെന്ന് പറയാനൊന്നും നമുക്കില്ലെന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ സാംസ്കാരിക സ്ഥാപനങ്ങളായിട്ടുള്ള വായനശാലകളാണെങ്കിലും ഗ്രന്ഥശാലകളാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും 5-6 പ്രാവശ്യം മാറ്റി പുനഃസ്ഥാപിക്കപ്പെട്ടുള്ളതാണ്. അവർ ജനങ്ങൾ മാറി താമസിച്ചിട്ടുള്ളതാണ്. ഇനി പോകാൻ ഇടമില്ല. അഥവാ ഞങ്ങളെ അപ്പുറത്തോട്ട് അങ്ങ് പുനരധിവസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ആ പ്രദേശം സുരക്ഷിതമല്ല എന്നാണ് നമ്മൾ പറയുന്നത്.
ഇക്കാര്യത്തിൽ തീർച്ചയായും ഒന്ന് IRE അതിൻ്റെ ഖനനവുമായി മുന്നോട്ട് പോകുന്നു, നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നു. ഇക്കാര്യത്തിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത്? ഖനനം നിർത്തിവെക്കുന്ന കാര്യത്തിലടക്കം കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് IRE, സംസ്ഥാന സർക്കാരിന് ഇതിൽ നിലപാടുകളുണ്ടാവും. ഇക്കാര്യത്തിൽ ആരൊക്കെയാണ് നിലപാടുകൾ എടുക്കേണ്ടത്? ഒന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് കൃത്യമായ നിലപാട്. ആദ്യം എടുക്കേണ്ട പ്രാഥമിക സ്ഥാപനം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അത് നിലപാടെടുത്തിട്ടില്ല. പിന്നെ മറ്റൊന്ന് നമ്മുടെ ജനപ്രതിനിധികളാണ്, അവരിതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റു പല സ്ഥലങ്ങളിലും ഖനനം വേണ്ടാന്ന് MLA ഉൾപ്പെടെ ഉള്ളവർ പറയുന്നുണ്ട്. കാരണം ഈ ആഘാതത്തെക്കുറിച്ച് ശരിക്കും ബോധമുള്ളതുകൊണ്ട് തന്നെയാണ് അയണിവേലിക്കുളങ്ങരയിൽ ഖനനം വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ ഖനനമാകാമെന്ന് പറയുന്നത് ഞങ്ങൾ പാർശ്വവൽകൃത സമൂഹമായതുകൊണ്ടും മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടും മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും രാജ്യത്ത് ആരുമില്ല എന്നുള്ള ധാരണയുള്ളതുകൊണ്ട് തന്നെയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഇവരെല്ലാം ഇത്രയും കഷ്ടപ്പെടുന്നതെങ്കിൽ രാജ്യത്ത് ഒത്തിരി പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അവിടെയും എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മാറുന്ന ഇവർ കൈകോർക്കുമെങ്കിലേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് കരിമണലിൽ തന്നെ ഇങ്ങനെ കൈകോർക്കുന്നതിൻ്റെ പിന്നിൽ ഈ എത്തിച്ചു കൊടുക്കുന്ന ധാതുമണൽ എത്തിച്ചു കൊടുക്കുന്ന വ്യവസായികളുടെ അതിൻ്റെ ലാഭത്തിൻ്റെ താല്പര്യം ഇവരിലുമൊക്കെ മുട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരിത്തരം നിലപാട് എടുക്കുന്നതെന്ന് പറയാം. IREക്ക് മണൽ എടുക്കാതെ വന്നാൽ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് എല്ലാ പ്രത്യയശാസ്ത്ര വിഭിന്നതകളും പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്ത കാഴ്ച കേരളം കണ്ടതാണ്. തീർച്ചയായും ഇതിൽ നിങ്ങൾ ചില സുപ്രധാനമായ മറ്റു ചില ആക്ഷേപങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്ന് IREയുടേതാണ്. IRE നടത്തുന്ന തീരദേശ പരിപാലന നിയമത്തിൻ്റെ ലംഘനമാണ്, അല്ലെങ്കിൽ തണ്ണീർത്തട നിയമത്തിൻ്റെ ലംഘനമുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനെ ഏത് രീതിയിൽ നിയമപരമായി, സ്വാഭാവികമായി ഇതിനെ നിയമപരമായി ഒക്കെ നേരിടേണ്ടി വരും. അത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടണമെന്നും ഞങ്ങൾക്ക് പരിപാടിയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അധികാര കേന്ദ്രങ്ങളോട് പറയുന്നത്. കാരണം ജനങ്ങളെയും ഈ സ്റ്റേറ്റിനെയും സ്വത്തിനെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിനും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും സ്റ്റേറ്റിനുണ്ട്. സ്റ്റേറ്റ് നിലപാടെടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത്രയും ഒരു ഭൂപ്രദേശം 17 കിലോമീറ്റർ ആലപ്പാട് പഞ്ചായത്ത്, അത്രയും തന്നെയുള്ള ആറാട്ടുപുഴ പഞ്ചായത്ത്, തൊട്ടടുത്ത തൃക്കുന്നപ്പുഴ പഞ്ചായത്ത്, ഇതൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ ഏരിയ കടലായി മാറുകയും ദേശീയ ജലപാത അർത്ഥത്തിലില്ലാതാവുകയും കടൽ തൊട്ട് കിഴക്കുവശത്തുള്ള മേഖലയ്ക്ക് ഇരച്ചു കയറുകയും ചെയ്യുന്ന ആ ഒരു മഹാദുരന്തത്തെയാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായും സമരസമിതിയുടെ നേതാവെന്ന നിലയിൽ ശ്രീകുമാർ പങ്കുവയ്ക്കുന്ന അത്തരം ആശങ്കകളാണ്. ഇപ്പോൾ നമുക്കിപ്പം സമരം തുടരുന്ന രണ്ടുപേരുണ്ട്. അതിൽ ഒരാൾ അലൻ കൂടി നമുക്കിപ്പം ഏത് സാഹചര്യത്തിലാണ്? തീർച്ചയായും നിങ്ങളുടെ അതിജീവനത്തിൻ്റെ കൂടി വിഷയമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ പൂർണ്ണമായും പങ്കെടുക്കുന്നത്. അതെ, ഞാനാണെങ്കിൽ ഈ ഒരു നാട്ടുകാരനല്ല, കോട്ടയം ജില്ലക്കാരനാണ്. എന്നാൽ ഇവിടുത്തെ ഈ അവസ്ഥ എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. അതായത് വളരെ ഭീകരമാണ്. നമ്മൾ പറഞ്ഞു കേൾക്കുന്നതിനെക്കാട്ടിലും വലുതാണ് ഇവിടുത്തെ ഭീകരമായിട്ടുള്ള അവസ്ഥകൾ. അങ്ങോട്ട് ഈ മൈനിങ് സ്ഥലങ്ങളിലേക്ക് പോയെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്തൊക്കെ അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിനെതിരെ ഒരുപാട് വൈകിയാണ് നമ്മളൊക്കെ അറിയുന്നത് തന്നെ. ഇതിന് മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ ഇവർക്ക് വേണ്ടി നിൽക്കേണ്ടതായിരുന്നു. അത് ഒരുപാട് വൈകിയാണ് അറിഞ്ഞത് എന്ന് ഞാൻ ഖേദിക്കുന്നു. ഇനി ഇവരുടെ ഒപ്പം പൂർണ്ണ പിന്തുണയായിട്ട് ഞാനും ഞങ്ങളുടെ ട്രോളർമാരും കാണുമെന്ന് പറയുന്നു. ഇപ്പോൾ ട്രോളർമാരുടെ ഇത് പ്രതിനിധിയായിട്ടും കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വലിയ ഇടപെടൽ അല്ലെങ്കിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സമരവും. അതിൽ നിർണായകമായൊരു ഇടപെടൽ നടത്തിയ ഒരാൾ കൂടിയാണ് കാവ്യ, ഈ നാട്ടുകാരി കൂടിയാണ്. കാവ്യ നടത്തിയ ഇടപെടൽ കൂടി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരി എന്ന നിലയിൽ ഈ സമരത്തെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ വിഷയം പൂർണ്ണമായും കേരളം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രശ്നം എന്താണെന്ന് ഇനി ഒന്നും കൂടെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ സമരത്തിന്റെ ലക്ഷ്യം IRE എന്ന് പറയുന്ന വൻ കമ്പനി നടത്തുന്ന ഖനനം ഇല്ലാതാക്കുക, പൂർണ്ണമായും നിർത്തിവെക്കുക എന്നതാണ്. കാരണം ഇനി ഒരു മൈനിങ് നടത്തിയാൽ അതോ ഈ നാട് ഒരിക്കലും താങ്ങത്തില്ല. ഞങ്ങൾ ഈ നാട്ടിലാണ് ജനിച്ചു വളർന്നത്. ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം ഒരിക്കലും വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. ഒരു പെങ്കൊച്ചാണ് ഞാൻ. അപ്പൊ രാത്രി ഇനിയിപ്പോ എത്ര ഇരുട്ടിയാലും ഈ നാട്ടിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ എനിക്കൊരു പേടിയുമില്ല. കാരണം അത്രയ്ക്ക് സുരക്ഷിതത്വമുള്ളൊരു നാടാണ്. ഒരു തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അത്രയും നല്ലൊരു നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുക അതൊരു ഒരിക്കലും ശരിയായൊരു പോംവഴിയല്ല. പിന്നെ ഇവിടെ താമസിക്കുന്ന കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ്, അവരുടെ കുലത്തൊഴിലാണ്. അപ്പം അത് നഷ്ടമായി. എൻ്റെ അച്ഛനും ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ നഷ്ടമായി കഴിഞ്ഞാൽ വേറൊരു തൊഴിൽ കണ്ടെത്തുക തികച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഈ നാട്ടിൽ തന്നെ ജീവിക്കണം, ഈ എത്ര മരിക്കുന്നത് വരെ ഈ നാട്ടിൽ തന്നെ ജീവിക്കണം. അതൊരു ആഗ്രഹമാണ്. ഇനി വരും തലമുറ, ഞങ്ങളുടെ തലമുറ ആയാലും ഇവിടെ തന്നെ ജീവിക്കണം. അതൊരു ആഗ്രഹം കൊണ്ടാണ് ഈ സമരത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നാട് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. തീർച്ചയായും അത്തരം കാര്യങ്ങൾ തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതും. അവർ ജനിച്ചു വളർന്ന നാടാണ്. അവർക്ക് ഈ നാട് വിടാൻ അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ നാടിനെ സംരക്ഷിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ നിലപാടും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സമരം അതൊരു ജനകീയ പ്രതിഷേധമായി മാറുന്നതും അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതും. ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ നവമാധ്യമങ്ങൾ ഏറ്റെടുത്തതോടുകൂടിയാണ് ആലപ്പാട്ടുകാർ വർഷങ്ങളായി അനുഭവിക്കുന്ന അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ ജനിച്ച ഇടം സംരക്ഷിക്കാനുള്ള, ജനിച്ച നാട് സംരക്ഷിക്കാനുള്ള സമരം കൂടുതൽ ശ്രദ്ധയിലേക്ക് വരുന്നത്. കേരളം മുഴുവൻ ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നവമാധ്യമങ്ങളുടെ ശക്തി കൂടിയാണ്. അപ്പോൾ പോലും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്നും അകന്നു നിൽക്കുകയാണോ? ഇപ്പോൾ സമരം സംസ്ഥാനമാകെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ പോലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉള്ളവർ, ഏറ്റവും താഴേക്കിടയിലുള്ള ജനപ്രതിനിധികൾ പോലും ആ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സമരം ശ്രദ്ധയാകർഷിച്ചതോടുകൂടി തന്നെയാണ് അത്തരമൊരു വളരെ വലിയൊരു ജനപിന്തുണയൊക്കെ ഈ സമൂഹത്തിന് പുറത്തുനിന്നും ആലപ്പാടിന് പുറത്തുനിന്നും ഒക്കെ വന്നു തുടങ്ങുന്നത്. കാരണം 70 ദിവസമായി, നവംബർ 1 മുതൽ തുടങ്ങിയ സമരമാണ്. 70 ദിവസമായി ഈ സമരം മുന്നോട്ട് പോകുന്നു. നിരവധി സിനിമാ താരങ്ങളടക്കം, പ്രത്യേകിച്ചും പൃഥ്വിരാജ് ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ സമരത്തിന് പിന്തുണ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഷിയാസ് നമുക്കൊപ്പം ഉണ്ട്, ചലച്ചിത്ര താരം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുന്നത്? കാര്യം പറഞ്ഞാല് നമ്മുടെ വീട്ടുകാരൊക്കെ, എൻ്റെ വീട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും വെള്ളത്തിന്റെ ആ ഒരു ഫ്ലഡിന്റെയും ഭയങ്കര പ്രശ്നമുള്ള സമയത്ത് ഇവരെല്ലാവരും നമ്മളെ സഹായിച്ച. ഈ ഒരു സമയത്ത് എനിക്കൊരു ബൈറ്റ് എടുത്തിട്ട് എനിക്ക് നേരിട്ട് വരണമെന്ന് തോന്നി. അതൊരു ശരിക്കും നമ്മൾ നേരിട്ട് വന്ന് കാണണം, എന്നാലാണ് ഇവിടുത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു വീഡിയോ, എന്താ പറയുക, ഒരു വീഡിയോയിലൂടെ അതൊരു ജെനുവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിവരെ നേരിട്ട് വന്ന് കാണാൻ തോന്നി. ഞാൻ അപ്പം തന്നെ നാളെ എനിക്ക് ഷൂട്ടിങ്ങിന് പോകണം, പക്ഷെ ഞാൻ ഇന്ന് ഇവരെ ഒന്ന് കാണണം. എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. ഞാൻ എന്താ പറയുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യും. കാര്യം ഞാൻ ഇവിടുത്തെ എൻ്റെ നമ്പർ കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ ഇന്നൊരു സാധാരണക്കാരനാണ്, ഞാൻ വലിയ സിനിമാ താരമോ അങ്ങനെ ഉള്ള ആളല്ല. ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം ഈ ഒരു അവസ്ഥ. കാര്യം പറഞ്ഞാൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. എനിക്ക് അങ്ങനെ തോന്നിയ കേസാണ്. അപ്പം ഞാനിവിടെ വന്ന് ഇവരൊക്കെ കാണണം. ഈ കുട്ടീനെ എപ്പോഴും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ അക്കൗണ്ടിൽ. നമ്മൾ എന്താ പറയുക, നേരിട്ട് പറയണതാണ് ഏറ്റവും നല്ലത്. ഇവിടെ വന്ന് ഇവരുടെ വിഷമം നമ്മൾ നേരിട്ട് അറിയണം. എനിക്ക് തോന്നിയില്ല ഈ മൊബൈലിലൂടെയും അങ്ങനെയുള്ള പ്രതിഷേധം അതൊരു തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടാണോ ഈ ഒരു സമരത്തിലേക്ക് എത്തപ്പെടുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ് ഈ സംഭവം പറയണത്. ഞാൻ അത്ര ആക്റ്റീവ് അല്ല അപ്പോൾ പിന്നെ ഞാനിത് നമ്മൾ പേജിലൂടെയും ഉള്ള ഇതിലൂടെ അറിഞ്ഞ് അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഇവിടെ ഫോൺ ചെയ്ത് അന്വേഷിച്ചു ഇതെന്താ സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇത് ഭയങ്കര വിഷയവും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരു സംഭവം വരുമ്പോൾ നമ്മളെല്ലാവരും ഇവരുടെ കൂടെ ഒരു ഒത്തൊരുമയോടെ നിൽക്കണം. അത് മനുഷ്യരാണ്, നമ്മൾക്ക് ആർക്കും എപ്പോഴും താഴ്ച വരാം. അപ്പോൾ നമ്മളിത് ഈ സിറ്റുവേഷൻ എറണാകുളത്ത് സംഭവിക്കണമെങ്കിൽ ഇത് ഭയങ്കര വലിയ ഇതായാണ് ആളുകൾ സഹായിക്കണം. പക്ഷെ ഇതൊരു ഇത്രയും ഒരു ഉള്ളിലായതുകൊണ്ടാണ് ആരും ഇവിടെ എത്തിപ്പെടുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയോണ്ട് ഞാൻ നേരിട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആലപ്പാടേക്ക് എത്തിയതും അവർക്ക് സമരത്തിന് പിന്തുണ നൽകുന്നത്. സത്യമായിട്ടും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണ്. എനിക്കൊരു നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എനിക്കറിയാതെ എത്ര വരുമെന്ന് എനിക്കറിയാം. അപ്പം ഞാനിവിടെ വരുമ്പോൾ ഇവർക്കൊരു ബലം കിട്ടും. വേറെ ആരും എനിക്കറിയില്ല, വേറെ ആരും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എൻ്റെ ഈ ഒരു തടി വെച്ചിട്ട് ഞാൻ ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എൻ്റെ വാക്കാണ്. തീർച്ചയായും അങ്ങനെ ഒപ്പം സഹപ്രവർത്തകർ കൂടി, പ്രത്യേകിച്ചും പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. ടോവിനോ പിന്തുണ നൽകിയിട്ടുണ്ട്. ടോവിനോ എല്ലാവരും ഞാൻ ഇത് കണ്ടിരുന്നു. പിന്നെ എനിക്ക് നേരിട്ട് വരണം തോന്നിയോണ്ട് ഞാൻ വന്നതാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഷിയാസ് ആ ഘട്ടത്തിലാണ്, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഞാൻ ഷാമിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. ശ്രീമതി ബിന്ദു കൃഷ്ണ, ആലപ്പാട്ടുകാർ സമരത്തിലാണ്. അവരുടെ ജനിച്ച നാട് സംരക്ഷിക്കാൻ, കിടപ്പാടം സംരക്ഷിക്കാനുള്ള സമരത്തിൽ 70 ദിവസമായി തുടർന്നു വരുന്ന റിലേ നിരാഹാര സമരം കൂടുതൽ ശക്തമാക്കാൻ അവർ തയ്യാറെടുക്കുകയാണ്. കേരളം മുഴുവൻ ഇപ്പോൾ ആലപ്പാടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ആ സമരത്തെ കാണുന്നത്?
തീർച്ചയായും അതിജീവനത്തിനായിട്ടുള്ള ആലപ്പാട്ടുകാരുടെ പോരാട്ടത്തിനൊപ്പം നിൽക്കുവാനേ എല്ലാവർക്കും കഴിയുകയുള്ളൂ. ഡീപ്പ് മൈനിങ് ഒരു ഭാഗത്ത് അവിടെയുള്ള പ്രദേശവാസികളുടെ സമ്മതത്തോടു കൂടി തന്നെ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് സീ വാഷ് എന്ന പേരിൽ നടക്കുന്ന ഈ മൈനിങ് അക്ഷരാർത്ഥത്തിൽ ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അവിടെ സർവകക്ഷി എല്ലാവരും ചേർന്നിട്ടുള്ള സമരം ഈ പറയുന്ന പോലെ 70 ദിവസം പിന്നിടുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖരായ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം തന്നെ നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഘടകങ്ങളെല്ലാം തന്നെ ആ സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. പ്രായോഗിക ഖനനത്തിന് ഒരിക്കലും കോൺഗ്രസ് എതിരല്ല. പക്ഷെ പ്രായോഗിക ഖനനത്തിന് എതിരല്ല എന്ന് പറയുമ്പോഴും പൂർണ്ണമായ പ്രദേശം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഖനനത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. വിശേഷിച്ചും തീരദേശവാസികളായ ആളുകൾ നമ്മുടെ ഈ പ്രളയ ദുരിതത്തിൽ അടക്കം ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തകരായി മുന്നിട്ട് നിന്നത് ആലപ്പാട്ടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളാണ്. അവർ ജീവിക്കാനായി നടത്തുന്ന ഈ പോരാട്ടത്തിനോടൊപ്പം തന്നെയാണ് കോൺഗ്രസ്. ശ്രീമതി ബിന്ദുകൃഷ്ണ, നിങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ പോലും നാട്ടുകാർ തന്നെ ഈ അനധികൃത ഖനനം, അതിന്റെ ബുദ്ധിമുട്ടുകൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയും കാലാകാലങ്ങളായി ഈ ജനങ്ങളുടെ, മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലും അവിടെ നടക്കുന്നത് എന്താണ്? ഒരു നാടിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഖനനം യഥേഷ്ടം തുടർന്നു പോകാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഇപ്പോഴും അതിനോട് കണ്ണടയ്ക്കുകയാണ്. അതിന്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറേയധികം ആളുകൾ ഇതിന് പൂർണ്ണമായ സമ്മതപത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഡീപ്പ് മൈനിങ് അടക്കമുള്ള കാര്യങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ കൂടി ഈ പ്രാദേശികമായ എതിർപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളപ്പോഴും അതിന് പരിമിതികളായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാകുമ്പോൾ ആ പരിമിതികൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയാണ് ഈ ഒരു പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ, ലോകശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ സെൻസിറ്റീവായ വിഷയത്തിൽ കേരളം ഒറ്റക്കെട്ടായി പ്രദേശവാസികളോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് എന്റെ പ്രത്യാശയും പ്രതീക്ഷയും പിന്തുണയും. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഒരു കാര്യം കൂടി, ഇത് ഒരുപാട് സൂചനകൾ ഈ പ്രദേശം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് നൽകിയിരുന്നു. ചാകര ഇല്ലാതാകുന്നത്, കണ്ടൽക്കാടുകൾ നശിക്കുന്നത്, ഒപ്പം സുനാമിയിൽ ഉൾപ്പെടെ ആ പ്രദേശത്ത് അത്രമാത്രം സുനാമി എങ്ങനെ കേടുപാടുകൾ ഉണ്ടാക്കി എന്നതുപോലും പഠന വിധേയമാക്കേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ അവിടെയൊക്കെയും പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒത്തുകളികൾ നടന്നിട്ടുണ്ടോ? അവിടെയൊക്കെയും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? അതിന്റെ കൂടിയാണോ ഇപ്പോൾ ജനങ്ങൾക്ക് ഈ രീതിയിൽ സമരത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്? തീർച്ചയായും അത് തന്നെയാണ് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. ഇതിൽ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ രീതിയിലേക്ക് തീരുമാനമെടുക്കാൻ അധികാര കേന്ദ്രങ്ങൾ തയ്യാറാകണം. പുത്തൻതുറയിൽ അടക്കം ചെയ്തതുപോലെ ഡീപ്പ് മൈനിങ് നടത്തി ധാതുക്കൾ സ്കെച്ച് ചെയ്ത് മാറ്റിയതിനു ശേഷം അത് ഫില്ല് ചെയ്ത് തിരിച്ച് ജനങ്ങൾക്ക് റീഫില്ല് ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പഠനത്തിനും ഒരു പ്രായോഗികമായ നടപ്പിലാക്കലിനും സർക്കാർ തയ്യാറാകണം. വളരെ നന്ദി ശ്രീമതി ബിന്ദുകൃഷ്ണ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ശ്രീ CR നീലകണ്ഠൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ CR നീലകണ്ഠൻ, വൈകിയെങ്കിലും ആലപ്പാടിനെ കേൾക്കുകയാണ് കേരളം. അവർ പറയുന്നത് കേൾക്കുന്നു, അവർക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നു. വൈകിപ്പോയിട്ടുണ്ടോ? വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ വളരെ വൈകിപ്പോയി. നേരത്തെ താങ്കൾ ബിന്ദുകൃഷ്ണനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എവിടെയായിരുന്നു ഇവിടുത്തെ ഭരണകർത്താക്കൾ? 2005 സുനാമിക്ക് ശേഷം അന്ന് ആ പ്രദേശത്തെ ഖനനവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ ഒരാളാണ്. അന്ന് മുതൽ അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. അവിടുത്തെ ജനങ്ങൾ പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ പരാതി ബധിര കർണങ്ങൾ വീണത്. ഇവരൊക്കെ ഒന്നും ചെവി കേൾക്കാത്ത മാതിരിയാണ്. ബിന്ദുകൃഷ്ണ ഈ നാട്ടിലുണ്ടായിരുന്നു, ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ പോലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഇന്ന് വേണ്ടി പറയാം, അടുത്ത സുനാമി അടിക്കുന്നത് കരുനാഗപ്പള്ളിയിലായിരിക്കും എന്നാണ്. അടുത്ത സുനാമി അടിക്കുന്നത് കരുനാഗപ്പള്ളി ടൗണിലായിരിക്കും, ദേശീയപാതയായിരിക്കും സുനാമി എടുത്തുകൊണ്ട് പോകുക എന്നാണ്. ആ ഒരു കാര്യം എങ്ങനെയാണ് ഇവരാരും അറിയാതെ പോയത്? അവിടെ 80 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലെടുത്ത് പോയിട്ടും അവിടുത്തെ ഇത്രയും സ്കൂളും ആശുപത്രിയും അതുപോലെ ക്ഷേത്രങ്ങളും പള്ളിയും ഒക്കെ കടലെടുത്ത് പോയിട്ടും ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ രാഷ്ട്രീയ നേതാക്കൾ ബാധ്യസ്ഥമാണ്. അവിടുത്തെ നിരവധി സൂചനകൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അവിടെ സുനാമി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവൻ എടുത്തത് ഇതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോ ഖനനവും സുനാമിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ആലപ്പുഴ ആറാട്ടുപുഴ പ്രദേശത്ത് ഖനനം നടത്താൻ വേണ്ടി വലിയ തോതിൽ ശ്രമം നടന്നപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഏതാണ്ട് അതിനെ ആദ്യം അനുകൂലിച്ചു, പിന്നെ അവർക്ക് എതിർക്കേണ്ടി വന്നു.
അന്ന് തന്നെ എന്നെ പോലുള്ള ആളുകൾ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഖനനം നടന്ന ആലപ്പാട് പൊന്മന പഞ്ചായത്തുകളിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം നിങ്ങളൊന്ന് പഠിക്കണം എന്നാണ്. അത് പഠിക്കാൻ ആരും തയ്യാറായില്ല. TS കനാലുമായി ഇപ്പോൾ ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അത് കനാലും കുട്ടനാടുമായി ഇത് ബന്ധപ്പെടുന്ന തരത്തിൽ ഈ കടൽ വരും എന്ന ഒരു ഊഹം പറഞ്ഞിട്ട് അത് പഠിക്കാൻ ആരും തയ്യാറായില്ല. നമുക്ക് സാധാരണ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാവുന്ന തരത്തിലേക്ക് ഈ അവിടുത്തെ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതായി വന്നിട്ടാണ്. എത്രയധികം ആളുകൾ അവിടുന്ന് പോയിട്ടുണ്ട്. നേരത്തെ ബിന്ദുകൃഷ്ണ പറഞ്ഞു സമ്മതപത്രം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അവിടെ ജീവിക്കാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ ഇത് മാത്രമല്ല, തൊട്ടപ്പുറത്തിന്റെ വലിയ വികസനത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന KMMLന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും ഇതുമായി ചേർത്ത് വായിക്കേണ്ടത്. കാരണം അവിടെയും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിന്റെ ഗുണം നമ്മുടെ നാട്ടിന് കിട്ടുന്നില്ല എന്നാൽ അതിന്റെ സാമ്പത്തികമായ കണക്ക് വെച്ചാൽ വളരെ ലളിതമാണ്. ഈ നാശവുമായി ബന്ധപ്പെടുത്തിയാൽ കേരളത്തിന് അതുകൊണ്ട് കിട്ടിയിട്ടുള്ള ഗുണം വളരെ വളരെ ചെറുതാണ്. തീർച്ചയായും ഈ ലോബികളുടെ പിന്നിലാണ് രാഷ്ട്രീയ പാർട്ടികൾ നിന്നത്. നേട്ടമുണ്ടാക്കിയത് അത്തരം ലോബികളും മാത്രമാണ്. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ഞങ്ങളോട് സഹകരിച്ചതിന്. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. പൊതുമേഖലാ സ്ഥാപനമായ IRELന്റെ കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട്ടുകാരുടെ സമരം ശക്തമാകുകയാണ്. കൂടുതൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. റിലേ നിരാഹാര സമരം 70 ദിവസം പിന്നിടുകയാണ്. വിവരങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.